ടീം വെൽഫെയർ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലേക്ക് സ്ത്രീകൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സംഭവമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെയും കുറെ സ്ത്രീകളുണ്ട്. ശരിക്കും ഒരു ദുരിതം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഇടപെടേണ്ടത് എന്ന് ശരിക്കും ടീം വെൽഫെയറും ഇതുപോലെ തന്നെ പീപ്പിൾസ് ഫൗണ്ടേഷനും ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട് ശരിക്കും ജനങ്ങൾക്ക്. മേപ്പാടിയിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇത് ആളുകളെ നമ്മൾ കണ്ടെത്തിയിട്ടാണ് കൊടുക്കുന്നത്. അതെ, അത് എങ്ങനെയാണ് ശരിക്കും ദുരിതാശ്വാസ കേന്ദ്രത്തിൽ പോയി അവിടെ നിന്ന് ആവശ്യത്തിനാണ് നോക്കിയിട്ടാണോ ആളുകളുടെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ദുരിതാശ്വാസ പ്രവർത്തനം ഇനി ഒറ്റപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാവും. അതിലനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടായിരിക്കും അല്ലെ. ആളുകൾ ഇവിടുന്ന് പോയി വീട്ടിൽ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ, അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ അതിനൊരു മെന്റൽ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ നമ്മളൊരു കൗൺസിലിംഗ് ടീം തന്നെ വേറെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കേന്ദ്രങ്ങളിലൊക്കെ പുറപ്പെടുക, അതുപോലെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. മറ്റൊരു സ്ഥലത്തും, കേരളത്തിലല്ലാതെ മറ്റൊരു സ്ഥലത്തും നടക്കാത്ത കാര്യമാണിത്. ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ എടുത്തു പറയേണ്ട വിഷയമാണ്. പക്ഷെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ശരിക്കും ഇതൊരു മാതൃകയാക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമസ്കാരം, ഞാനിപ്പോ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ മേപ്പാടിയിലാണ്. പീപ്പിൾസ് ഫൗണ്ടേഷന്റെ ദുരിതാശ്വാസ സെല്ലിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അല്ലെ. വെൽഫെയറിന് എന്താണ് ഇതിൽ ഡ്യൂട്ടി ഉള്ളത്? നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫ്ലഡ് സംഭവിച്ചതിന്റെ പിറ്റേ ദിവസം മുതൽ നമ്മളിവിടെ സെല്ല് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങളുടെ തന്നെ വളണ്ടിയർ ആയിട്ടുള്ള ആളുകളാണ് കഴിഞ്ഞ ഒരു 9ഓളം ദിവസങ്ങളായിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടീം വെൽഫെയറിന്റെ ആളുകളുണ്ട്. അവര് ഓൾറെഡി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഫ്ലഡ് അഫക്റ്റഡ് ആയ ഏരിയകളിൽ സർക്കാർ സംവിധാനങ്ങളോടൊപ്പം തന്നെ തെരച്ചിൽ നടത്തുന്ന ട്രെയിൻഡായ ആളുകൾ തന്നെയാണ് അവർ. അങ്ങനത്തെ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സെല്ലിൽ അത്തരം വർക്കുകൾ നടത്തുന്ന ഇതിനെ സോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനും ഇത്തരം വർക്കുകളിൽ അവർ പങ്കാളികളായിട്ടാണ് നിലവിൽ നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ആക്റ്റീവായിട്ട് രാവുന്നില്ല പകലുന്നില്ലാതെ നമ്മുടെ പ്രവർത്തകർ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ആളുകളുടെ കഷ്ടതയും ദുരിതമൊക്കെ അനുഭവിക്കുന്ന ആളുകളുടെ അവർക്കൊരു കൈത്താങ്ങായിട്ട് അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ. ഇപ്പോൾ വെൽഫെയറിന്റെ ടീം വെൽഫെയർ എന്നുള്ളത് കുറച്ച് മുമ്പ് അവരുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ടീം വെൽഫെയർ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലേക്ക് സ്ത്രീകൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സംഭവമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെ. ഇവിടെയും കുറെ സ്ത്രീകളുണ്ട്. ശരിക്കും ഒരു ദുരിതം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഇടപെടേണ്ടത് എന്ന് ശരിക്കും ടീം വെൽഫെയറും ഇതുപോലെ തന്നെ പീപ്പിൾസ് ഫൗണ്ടേഷനും ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട് ശരിക്കും ജനങ്ങൾക്ക്. മേപ്പാടിയിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അടുത്ത ഒരു സ്റ്റെപ്പ് എന്താണ് ശരിക്കും നിങ്ങളുടെ? നമ്മളിപ്പോ ആലോചിച്ചുകൊണ്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ കളക്ഷൻ പോയിന്റ് ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ തന്നെ സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ കളക്ട് ചെയ്ത സാധന സാമഗ്രികൾ ഇവിടെ കൊണ്ടുവരുന്നു. അതിവിടെ വ്യവസ്ഥാപിതമായിട്ട് സോർട്ട് ചെയ്യുന്നു. അതിന് ഡാറ്റ വളരെ റെക്കോർഡിക്കലായിട്ട് ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലെ ആളുകളെ നമ്മൾ കണ്ടെത്തിയിട്ടാണ് കൊടുക്കുന്നത്. അതെ, അത് എങ്ങനെയാണ് ശരിക്കും ദുരിതാശ്വാസ കേന്ദ്രത്തിൽ പോയി അവിടെ നിന്ന് ആവശ്യത്തിനാണ് ആളുകളുടെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു ടീം എല്ലാ ദിവസവും രാവിലെ ഒരു ടീം നമ്മളിവിടെ വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ സ്ക്വാഡ് പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. അവർ പോയിട്ട് ആളുകളുടെ നീഡ് എന്താണെന്നുള്ളത്, അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം എന്താണെന്നുള്ളത് നോക്കിയിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് പറയും. അതിനുശേഷം നമ്മുടെ ടീം പോകും. അതിന് പുറമെ ഇവിടെ ക്യാമ്പിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ വന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ പറയും. ഇപ്പൊ മിക്കവാറും കുറെ അധികം ആളുകൾ ഇപ്പൊ ക്യാമ്പിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആളുകൾ വാടക വീടുകൾ കണ്ടെത്തി പോകുന്നു. അതുപോലെ തന്നെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് വന്നു. ഈ പോകുന്നവരൊക്കെ എന്താ പറയുക, ഉടുത്ത തുണിയല്ലാതെ വേറൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയാണ് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മളിപ്പോ പ്രേക്ഷകരോട് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അതായത് ഇവിടെ ശരിക്കും ഇവരുടെയൊക്കെ പ്രവർത്തനത്തിന് അപ്പുറത്തേക്ക്
ഇനിയാണ് ദുരിതാശ്വാസ പ്രവർത്തനം, ഇനി ഒറ്റപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാവും, അതിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടായിരിക്കും അല്ലെ. ആളുകൾ വന്ന് പോയി വീട്ടിൽ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ, അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ അതിനൊരു മെന്റൽ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ നമ്മളൊരു കൗൺസിലിംഗ് ടീം തന്നെ വേറെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കയറി വരുമ്പോ കണ്ടു മെഡിക്കൽ സപ്പോർട്ട് ഒക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മെഡിക്കൽ സപ്പോർട്ട് എപ്പോഴും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ പോകുന്ന ആളുകൾ, നമ്മുടെ വളണ്ടിയേഴ്സ്, അവിടെ കൗൺസിലിംഗ് വേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ വലിയൊരു എഫക്റ്റഡ് ആയ പീപ്പിൾ ആണല്ലോ ഇവിടെ ഉള്ളത് അർത്ഥത്തിൽ. അപ്പൊ അത്തരം ആളുകളെ നോട്ട് ചെയ്ത് വരികയും അവരെ നമ്മൾ കൗൺസിലിംഗ് ചെയ്യേണ്ട ആളുകൾ നമുക്ക് കൗൺസിലേഴ്സ് തന്നെ ഉണ്ട്. കഴിഞ്ഞ 9 ദിവസമായിട്ട് കൗൺസിലേഴ്സ് ഈ ടീമിന്റെ ഒപ്പം പോയി. ഇതൊന്നും ഇപ്പൊ ഞാൻ ശരിക്കും മുൻപ് പറഞ്ഞ ഒരു വിഷയമുണ്ട്, ശരിക്കും എഫക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇനി ഒറ്റപ്പെടുമ്പോഴാണ് ശരിക്കും. ഇവിടെ ഇപ്പൊ ക്യാമ്പിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അതിലേക്കുള്ള കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ വന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒറ്റപ്പെടുന്ന ഒരു സംഭവമുണ്ട് ശരിക്കും. കുടുംബക്കാർ, ഇപ്പൊ നമ്മളൊരാൾ മരിച്ചാൽ പോലും വീട്ടില് ഒരു 10 ദിവസം കുടുംബക്കാർ വന്ന് നിന്ന് അതൊരു സമാധാനപ്പെടുത്തി പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. പക്ഷേ ഇവിടെ അമ്മമാര് നഷ്ടപ്പെട്ട കുട്ടികള്, അച്ഛന്മാർ നഷ്ടപ്പെട്ട മക്കള്, ഇത്തരം ഈ സംഭവങ്ങളൊക്കെ ശരിക്കും വല്ലാത്ത രീതിയിൽ എഫക്ട് ചെയ്യുന്ന ഇവര് പോലും വലിയൊരു പ്രോസസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഇവര് പോലും ക്യാമ്പിലാണ് എങ്കിൽ ക്യാമ്പ് കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഒറ്റപ്പെടുന്ന, ഇത് തനിച്ചാവുന്ന ഒരു രീതിയിലാണ്. ഇപ്പൊ ഒരു ടീമുണ്ട് എല്ലാവർക്കും, പക്ഷെ ഇത് തനിച്ചാവുന്ന ഒരു രീതിയിലാണ്. പക്ഷെ അതിനെയും കൂടി നമ്മൾ തരത്തിൽ അഡ്രസ്സ് ചെയ്യണം. ഇവരുടെ ഒരു മാനസികാവസ്ഥയെ നമ്മൾ അങ്ങനെ മെന്റൽ സ്റ്റെബിലിറ്റി നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ടീം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ പോയി ആളുകളെ കാണുന്നു, അവരെ വേണ്ട ആളുകളെ ആ രീതിയിൽ ഗൈഡ് ചെയ്യുന്നു, കൗൺസിൽ ചെയ്യുന്നു. കുട്ടികളാണെങ്കിൽ കുട്ടികളെ ആ രീതിയിൽ, മുതിർന്നവരെ അങ്ങനെ തന്നെ കൗൺസിൽ ചെയ്ത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് അത്തരൊരു സംവിധാനവും മെഡിക്കൽ ടീം തന്നെ നമുക്ക് ആ അർത്ഥത്തിലുണ്ട്. എന്തായാലും അത് മുന്നോട്ട് പോട്ടെ. എന്നതിനപ്പുറത്തേക്ക് ജമാഅത്തെ ഇസ്ലാമിന്റെ ശരിക്കും എന്താണ് വെൽഫെയർ ഫൗണ്ടേഷൻ എന്നുള്ള സംഭവത്തിനൊക്കെ വല്ലാത്ത രീതിയിലേക്ക് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാര്യം ഇതിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം, സർക്കാരിന്റെ വിജയം എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി പുറപ്പെടുന്ന, അല്ലെങ്കിൽ ഈ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലൊക്കെ പുറപ്പെടുക, അതുപോലെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. മറ്റൊരു സ്ഥലത്തും, കേരളത്തിലല്ലാതെ മറ്റൊരു സ്ഥലത്തും നടക്കാത്ത കാര്യമാണിത്. എല്ലാവരും കൂടെ ഒരുമിച്ച് രീതിയിലേക്ക് ശരിക്കും ദുരിതാശ്വാസ പ്രവർത്തനം നടക്കുമ്പോഴാണ് ശരിക്കും എത്രയും പെട്ടെന്ന് വേഗമാവും അല്ലെ. നമുക്കറിയാം ശരിക്കും ഈ വയനാട് 6 ദിവസം 7 ദിവസമായിട്ടുള്ളൂ അല്ലെ. അത് ശരിക്കും തിരിച്ച് വയനാട്ടിലേക്ക് തിരിച്ചൊരു കാലാവസ്ഥയിലേക്ക് വരാൻ കാരണം എല്ലാ സംഘടനകളും കൂടിയിട്ട് ഉള്ളൊരു പ്രവർത്തനമല്ലേ അല്ലെ. ഇവിടെ മൊത്തം ഏതാണ്ട് എല്ലാ സംഘടനകളും അവരവരുടേതായ സെന്ററുകളും സെല്ലുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ടെങ്കിൽ ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ എടുത്തു പറയേണ്ട വിഷയമാണ്. പക്ഷെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ശരിക്കും ഇതൊരു മാതൃകയാക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ വരുമ്പോൾ തന്നെ കർണാടകയിൽ നിന്നൊക്കെ വണ്ടി വന്നിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ദുരിതാശ്വാസ പ്രവർത്തനത്തിലൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നത്. നമ്മൾ ശരിക്കും കേരളം ഒരു മാതൃകയാക്കിയിട്ട് ശരിക്കും കൊണ്ടുപോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ. പക്ഷെ സർക്കാർ സംവിധാനങ്ങളെ അത്തരത്തിലുള്ള നമ്മളെ പോലുള്ള ആളുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇടയ്ക്ക് എവിടെയോ തടയുന്ന ഒരു രീതി ഒന്നും ഉണ്ടാവാൻ പാടില്ല. കേരളം എന്ന് പറയുന്നത് സർക്കാർ സംവിധാനത്തിന്റെ ഒപ്പം തന്നെ ആളുകൾ, നമ്മുടെ മുഴുവൻ ദുരന്ത മുഖത്ത് ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ട് മാത്രം നമുക്ക് അതിനെ അതിജീവിക്കാൻ. അല്ല, അത് തന്നെയാണ് ഞാൻ എടുത്തു പറയുന്നത്. അതായത് കേരളം ഒറ്റക്കെട്ടാണ് എന്നുള്ള ലെവലിലേക്ക്, ഒരു പ്രശ്നം വന്നാൽ ഒറ്റക്കെട്ടാണെന്നുള്ള ലെവലിന് അപ്പുറത്തേക്ക് കേരളത്തില് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരും, ജനങ്ങളടക്കം, ഇപ്പൊ സ്ത്രീകളൊക്കെ വീട്ടിലിരിക്കുന്നതാണ് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളത് അല്ലെ. അതിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് എന്താണ് പറയാ, മയ്യത്ത് പരിപാലനത്തിന് വരെ സ്ത്രീകൾ ഇറങ്ങുന്ന സംഭവം എന്നൊക്കെ പറയുമ്പോൾ അത് അത്രയും രീതിയിലേക്ക് എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ്. സർക്കാരുകളും ജനങ്ങളും ഒറ്റക്കെട്ടായി വരുമ്പോൾ മാത്രമാണ് അത് ശരിക്കും ജനങ്ങൾക്ക് ഒരു വിജയം ഉണ്ടാവണം അല്ലെ. ശരിക്കല്ലേ. അതായത് നമ്മുടെ തന്നെ സ്ത്രീകൾ ഇപ്പോ കഴിഞ്ഞ ഫ്ലഡ് എഫക്റ്റഡ് ആയത് മുതൽ ഏതാണ്ട് ഒരുപാട് സ്ത്രീകളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ തന്നെ പ്രവർത്തകര് പല മേഖലകളിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇന്നിപ്പോ ജനകീയ തെരച്ചിൽ നടക്കുന്ന ദിവസമാണ്. ഇന്ന് പോലും ഫീൽഡിൽ നമ്മുടെ സ്ത്രീകൾ ഉണ്ട് എന്നുള്ളതാണ്. സ്ത്രീകളുടെ വലിയൊരു ടീം തന്നെ, നമ്മുടെ ഒരു ടീം തന്നെ അങ്ങനെ ആർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ഇവർ പറയുന്ന ഒരു വലിയൊരു പോയിന്റ്, ഞങ്ങളുടേതായ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് സർക്കാർ സംവിധാനങ്ങൾ ആവശ്യമില്ലാത്ത ലെവലിലേക്ക് ഇടപെടരുത് എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത ലെവലിലേക്ക് എന്ന് പറയുമ്പോൾ പല സംവിധാനങ്ങളെയും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് അല്ലെ. അതെ അതെ അതെ. ഒരു കൂട്ടായ്മയാണ് അത് റിക്വസ്റ്റ് ആണ്, സർക്കാരിനെ കുറ്റപ്പെടുത്തലല്ല. നന്ദി, നമസ്കാരം.